ഏറ്റവും ശക്തനായ നോവലിസ്റ്റ്, മധുരോദാരമായ ചെറുകഥകൾ എഴുതിയുള്ള ചെറുകഥാകൃത്ത്, നമ്മളെ ചിന്തിപ്പിച്ച പത്രാധിപർ, ശക്തനായ പത്രാധിപർ. കാരണം ഒരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പോലൊരു പ്രസിദ്ധീകരണം, അനേകം മഹാസാഹിത്യകാരന്മാർക്ക് ജന്മം നൽകിയ ഒരു പ്രസിദ്ധീകരണം, ദീർഘകാലം നടത്തിക്കൊണ്ടുപോയ സാഹിത്യകാരൻ. ഇനി ചലച്ചിത്രത്തിലേക്ക് കടന്നാൽ, സിനിമയിൽ വന്നത് അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കി. സിനിമയിൽ വന്ന അതുവരെ നമ്മൾ കണ്ട തിരക്കഥയായിരുന്നില്ല മുറപ്പെണ്ണ്. 1965 അദ്ദേഹം സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. സ്നേഹത്തിന്റെ മുഖങ്ങൾ അദ്ദേഹത്തിന്റെ ചെറുകഥയാണ് മുറപ്പെണ്ണ സിനിമയായിട്ട് മാറിയത്. ശോഭന പരീക്ഷ നായരാണ് അദ്ദേഹം നിർബന്ധിച്ച് സിനിമയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ മുറപ്പെണ്ണ എന്ന സിനിമ അതുവരെ കണ്ട മലയാള സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു, തികച്ചും വ്യത്യസ്തമായിരുന്നു. അതിലെ സംഭാഷണം വേറെയാണ്, കഥാപാത്രങ്ങൾ വേറെയാണ്. അപ്പോൾ എപ്പോഴും ഒരു മാതൃക കാണിക്കുക എന്നുള്ളതായിരുന്നു എം ടിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ. അദ്ദേഹം ഒരു വലിയ മാതൃകയായിരുന്നു. ചെറുകഥയിലൊരു മാതൃക, എങ്ങനെ ചെറുകഥ എഴുതണം, നോവലൊരു മാതൃക. നാലുകെട്ട് ഒരു വലിയ മാറ്റമായിരുന്നു. എന്നാൽ അപ്പോൾ നാലുകെട്ട് വന്നപ്പോൾ എല്ലാവരും വിമർശകർ പറഞ്ഞു, ഇത് പഴയ നായന്മാരുടെ കഥയാണ്, നാലുകെട്ടിന്റെ കഥ, വേറെ ഒന്നുമില്ല. അപ്പോഴത്തെ കാലമെന്ന് നോവൽ എഴുതി, അശ്രിമിത്തെന്ന നോവൽ എഴുതി. അതെല്ലാം കഴിഞ്ഞ് ഉത്തരാധുനികയുടെ ഒരു ഗന്ധം വന്നു തുടങ്ങിയ സമയത്ത് അദ്ദേഹം അതിമനോഹരമായൊരു നോവൽ എഴുതി. സാർത്രന്റെ ഒക്കെ കാലഘട്ടം വന്നപ്പോൾ അദ്ദേഹം മഞ്ഞെന്ന് പറഞ്ഞ ഒരു കാത്തിരിപ്പിന്റെ മഹാകാവ്യമാണത് മഞ്ഞ് എന്ന നോവൽ. അങ്ങനെ അദ്ദേഹം സ്പർശിക്കാത്ത മേഖലകളില്ല, നോവലിലായാലും ചെറുകഥയിലായാലും അദ്ദേഹം പറയാത്ത വിഷയങ്ങളില്ല. എപ്പോഴും ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന അദ്ദേഹത്തിന്റെ കഥയുണ്ട്, അത് സിനിമയാക്കിയിട്ടുണ്ട്. ഐ വിശ്വസിച്ചില്ല, സിനിമയായിട്ടുണ്ട്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ജീവിത ദർശനമാണ്. കാരണം തനിച്ച് നിൽക്കുന്നവരെ കുറിച്ച്, ഒറ്റയ്ക്ക് വേദനിക്കുന്നവരെ കുറിച്ച് ആണ് അദ്ദേഹം അധികം എഴുതിയത്. ആൾക്കൂട്ടത്തിൽ എങ്ങനെ തനിയെ, എം ഡിയും ആൾക്കൂട്ടത്തിൽ തനിയായിരുന്നു. അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്ക് എല്ലാം അറിയാം. കാരണം ഞാൻ അദ്ദേഹത്തിന് അനുജനെ പോലെ ആയിരുന്നു, എന്നെക്കാട്ട് 7 വയസ്സിന് മൂത്തതാണ്. അപ്പം ഞാൻ എഴുതി തുടങ്ങുന്ന കാലത്ത് ഞാൻ മാതൃകയായി കണ്ട ആളാണ് എം ഡി. എൻ്റെ ചെറുകഥ അദ്ദേഹം മാതൃഭൂമി ആഴ്ച പോയി പ്രസിദ്ധീകരിക്കുമ്പോൾ ഞാൻ തൃശ്ശൂർ ഇഞ്ചയങ്ങളെ പഠിക്കുകയാണ്. സായാഹ്നം എന്ന കഥ അദ്ദേഹം പ്രസിദ്ധീകരിക്കുമ്പോൾ എനിക്കിപ്പോൾ അയച്ച കത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സായാഹ്നം കിട്ടി, കൊള്ളാം, ചേർക്കാം, അത്രയേ ഉള്ളൂ. അതാണ് വളരെ ചുരുങ്ങിയ ഭാഷയിൽ സംസാരിക്കുന്ന ആളാണ് എം ടി. അദ്ദേഹം എഴുത്തും അങ്ങനെയാണ്. അദ്ദേഹം സിനിമകൾ കാണണം, സംഭാഷണം അധികം ഉണ്ടാവില്ല, ദൃശ്യഭാഷയാണ് കൂടുതൽ, വളരെ കുറച്ചേ സംസാരിക്കുകയുള്ളൂ. എന്നാൽ ആവശ്യത്തിൽ സംസാരിക്കുകയും ചെയ്യും. അതുപോലെ അദ്ദേഹത്തിന്റെ സിനിമകളും പരിശോധിച്ചാൽ, തിരക്കഥ പരിശോധിച്ചാൽ, ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ബുദ്ധിജീവിയുടെ കലാസൃഷ്ടി ആവില്ല എന്ന് വിചാരിക്കുന്ന മണ്ടനായിരുന്നില്ല എം ഡി. ജനങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഏത് തിരക്കഥ വായിച്ചാലും ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു ഷോട്ട് പോലും ആ സിനിമയിൽ ഉണ്ടാവില്ല. അത് ഉച്ചപ്പടങ്ങളായിരുന്നില്ല അദ്ദേഹം എടുത്തതെല്ലാം ഒരു എഴുത്തുകാരന്റെ സിനിമകളായിരുന്നു. അപ്പോൾ എഴുത്തുകാരൻ എങ്ങനെ ടെക്നീഷ്യനായാലും എങ്ങനെ നന്നാകും എന്നുള്ള തെളിവായിരുന്നു എം ടി ഒരു ചലച്ചിത്രകാരൻ നിലയിൽ. അദ്ദേഹത്തിന് എല്ലാ പടങ്ങളും, അപ്പോൾ നിർമാല്യം മുതലുള്ള അദ്ദേഹത്തിന്റെ പടങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹം സംവിധായകൻ നിലയിലുള്ള ഒരു പുതിയ കാഴ്ചപ്പാടുമായിട്ടാണ് അദ്ദേഹം വന്നത്, സംവിധാന നിലയിൽ. കാരണം ജനങ്ങൾ എൻ്റെ പടം കാണണം, അതേസമയം ഇത് റൺ ഓഫ് ദ മിൽ ആവരുത്, ഇതൊരു സാധാരണ സിനിമ ആവരുത് എന്നുള്ള കാഴ്ചപ്പാടുമാണ് അദ്ദേഹം. എല്ലാ കാര്യങ്ങളും അദ്ദേഹം സമീപിച്ച അങ്ങനെയാണ്. അത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ, ഒരു ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിൽ, അങ്ങനെ പത്രാധിപർ എന്ന നിലയിൽ, എല്ലാ രീതിയിലും അദ്ദേഹം ഒരു മാതൃകയായിരുന്നു. നമ്മൾ സാധാരണയായിട്ട് പറയും പൂർണ്ണത എന്നൊന്നില്ല, പെർഫെക്ഷൻ എന്നൊന്നില്ല, ഈശ്വരൻ പോലും പൂർണ്ണനല്ല എന്നങ്ങ് പറയും. പക്ഷെ ഞാൻ പറയുന്നു എം ടി വാസുദേവൻ നായർ എന്നാൽ പൂർണ്ണതയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥ വായിച്ചാൽ ഇതിനേക്കാൾ മെച്ചമായിട്ട് എഴുതാം എന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. അത് പൂർണ്ണത എത്തിയിരിക്കും. ഇപ്പോൾ വൈശാലി എന്നുള്ള തിരക്കഥ, അത് ഋഷിശൃംഗൻ്റെ ഒരു കഥ ഞങ്ങളൊക്കെ പഠിച്ചതാണ്. ഋഷിശൃംഗൻ്റെ കഥ മഹാഭാരതത്തിൻ്റെ കഥയാണ്. അതിൽ നിന്ന് അതെടുത്ത് അതിമനോഹരമായി തിരക്കഥയാക്കി വൈശാലി എന്ന തിരക്കഥയാക്കി മാറ്റി. കാരണം സ്ത്രീകളെ കണ്ടിട്ടില്ലാത്തൊരു മുനികുമാരൻ്റെ കഥയാണ്. അത് എത്ര മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, അദ്ദേഹത്തിൻ്റെ ചിന്തയിലൂടെ ശരിക്കും അപഗ്രഥിച്ച് മാറ്റിയെടുത്ത ഒരു കഥയാണ്. അതുപോലെയല്ല, ഇപ്പോൾ ഉദാഹരണം തച്ചോളി ചതിയൻ ചന്തു എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയിരുന്ന ആ ചന്തുവിൻ്റെ കഥാപാത്രത്തെ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമാക്കി മാറ്റി. കാരണം അവൻ എന്തുകൊണ്ട് ചതിയനായി, അതിൻ്റെ പശ്ചാത്തലം എന്താണ്,
എപ്പോഴും എം ഡി ചിന്തിച്ചത് ഒരു പ്രശ്നത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രശ്നത്തിന്റെ രണ്ട് വശങ്ങൾ ചിന്തിച്ച എഴുത്തുകാരനാണ് എം ഡി. പിന്നെ എം ഡി എന്നുള്ള മനുഷ്യന്റെ കാപട്യത്തെക്കുറിച്ച് നന്നായി പഠിച്ച ഒരാളായിരുന്നു. ഇപ്പോൾ പോലും അദ്ദേഹത്തിന്റെ മൃതശരീരം പ്രദർശനത്തിൽ വെക്കണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് മനുഷ്യന്റെ കാപട്യത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം, നല്ലപോലെ അറിയാം. അദ്ദേഹത്തിന് ഏത് കൃതി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു മനുഷ്യനും അവൻ ആത്മാർത്ഥമുള്ളവനല്ല, കാപട്യമാണ്, എല്ലാവരും സ്വാർത്ഥരാണ്. ഈ സത്യം മനസ്സിലാക്കിയാണ് അദ്ദേഹം ഓരോ രചനയും നിർവഹിച്ചത്. അത് വായിച്ചു. അതാണ് ആൾക്കൂട്ടത്തിൽ തനിയെ, അത് എപ്പോഴും ആൾക്കൂട്ടത്തിൽ തനിയായിരുന്നു, ഒറ്റയ്ക്കാണ് നിന്നത്. അപ്പോൾ അത് സ്വന്തം ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ട് ആത്മകഥ എഴുതുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ആത്മകഥ വന്നു ജീവിത ഒരു ബന്ധുലും. അപ്പോൾ പലരും അദ്ദേഹത്തോട് എന്തുകൊണ്ട് ആത്മകഥ എഴുതുന്നതിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് ആത്മകഥ എഴുതാൻ സാധ്യമല്ല, കാരണം ഞാൻ എൻ്റെ ആത്മകഥ എഴുതി കഴിഞ്ഞു, ഞാൻ എഴുതിയല്ല എൻ്റെ ആത്മകഥകളുടെ ഭാഗങ്ങളാണ്. അപ്പോൾ സ്വന്തം അനുഭവങ്ങളാണ് അദ്ദേഹം കാച്ചിക്കുറുക്കി മറ്റൊരു ഭാഷയിലാക്കി അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും ജീവസ്സുറ്റ രംഗങ്ങൾ നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മുടെ സിനിമയിൽ വന്നിട്ട് സാഹിത്യത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ലോക സാഹിത്യത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പം സാർത്രൻ്റെ ഏജ് ഓഫ് റീസൺ എഴുതിയ യാങ് ബാർ സാർത്രൻ്റെ കൃതികൾ, അത് ഏജ് ഓഫ് റീസൺ പോലുള്ള നോവലുകൾ, അത് ആ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും ഉണ്ട്. അസ്തിത്വം അന്വേഷിക്കുന്ന ഒരു മനുഷ്യന്റെ എം ടിയുടെ ആദ്യകാല കൃതികളേ ഉണ്ട്. അസ്തിത്വം തേടുന്ന മനുഷ്യനാണ് എം ടിയുടെ കഥകൾ, പല കഥാപാത്രങ്ങളും. അപ്പോൾ അദ്ദേഹത്തിന് എന്നും പുതുമയോടൊപ്പം അദ്ദേഹം ഉണ്ട്. പുതുമ വിദേശത്തുനിന്ന് കടമെടുക്കേണ്ടി വന്നില്ല, അദ്ദേഹം സൃഷ്ടിച്ച പുതുമ. മലയാള സാഹിത്യത്തിൽ അദ്ദേഹം സൃഷ്ടിച്ച ഇക്കാത്ത പുതുമകളില്ല, അതുപോലൊരു മാതൃകയില്ല.